ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗുരുഭക്തിയിൽ ലയിച്ചുകൊണ്ട് തോടകാചാര്യൻ തൻ്റെ ഗുരുവായ ശ്രീ ശങ്കര ഭഗവത്പാദരെ സ്തുതി ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള സ്തോത്രകൃതിയാണ് തോടകാഷ്ടകം. ഇതിലെ ഒന്നാമത്തെ ശ്ലോകം: വിദിതാഖിലശാസ്ത്രസുധാജലധേ महितोपनिषत् कथितार्धनिधे हृदये कलये विमलं चरणं भवशङ्करदेशिकमे शरणम्. विदिताखिल शास्त्र सुधाजलधे महितोपनिषत् कथितार्थनिधे हृदये कलये विमलं चरणं ഭവ ശങ്കരദേശിക മേ ശരണം. വിദിത അഖിലശാസ്ത്രസുധാജലധേ, അഖിലശാസ്ത്രങ്ങളുടെയും വേദപാരായണത്തിൻ്റെയും എല്ലാം പവിത്രമായിട്ടുള്ള ആ തീർത്ഥത്തെ അറിയുന്നവനെ. മഹിതോപനിഷത് കഥിതാർത്ഥനിധേ, മാഹാത്മ്യമേറിയിട്ടുള്ള ഉപനിഷത്ത് തത്വങ്ങളെ വിശദീകരിക്കുന്നവനെ, അതിനെ കഥനം ചെയ്യുന്നവനെ. ഹൃദയേ കലയേ വിമലം ചരണം, എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ വിമലങ്ങളായിട്ടുള്ള കളങ്കരഹിതങ്ങളായിട്ടുള്ള ആ ചരണങ്ങളെ, പാദങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. അങ്ങ് തന്നെയാണ് എനിക്കഭയം. ഗുരു ശങ്കര ഭഗവത്പാദരേ ഭവ ശങ്കരദേശിക മേ ശരണം. കരുണാവരുണാലയ പാലയ മാ ഭവസാഗരദുഃഖ വിദൂനഹൃതം രചയാഖിലദർശനതത്വവിദം ഭവശങ്കരദേശികമേ ശരണം. കരുണാവരുണാലയ പാലയ മാം ഭവസാഗരദുഃഖ വിദൂനഹൃദം രചയാഖില ദർശന തത്വവിദം ഭവശങ്കരദേശിക മേ ശരണം. കരുണാവരുണാലയ, വരുണാലയൻ അഥവാ വരുണദേവന്റെ ഗൃഹമെന്ന് പറയുന്നത് സമുദ്രത്തെയാണ്. അത്തരത്തിലുള്ള ആ സമുദ്രത്തോട് ഉപമിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള കാരുണ്യത്തോടു കൂടിയവനും ഭവസാഗര ദുഃഖ വിദൂനഹൃദം, ഭവസാഗരത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്താൽ, അതായത് ലൗകിക ദുഃഖങ്ങളാൽ വേദനിക്കുന്ന ഹൃദയത്തോടു കൂടിയിട്ടുള്ള എന്നെ പാലയ, എന്നെ രക്ഷിച്ചാലും അങ്ങ്. രചയാഖില ദർശന തത്വവിദാം, അഖില ദർശനങ്ങളും അറിയുന്നവനായി എന്നെ മാറ്റിയാലും രചയ. ഭവ ശങ്കരദേശിക മേ ശരണം. അല്ലയോ ശങ്കര ഭഗവത്പാദരെ, അങ്ങു തന്നെയാണ് എനിക്ക് അഭയം. ഗുരു ഭവതാ ജനതാ സഹിതാ ഭവിതാ നിജബോധവിചാരണ ചാരുമതി കലയേശ്വര ജീവ വിവേകമിദം ഭവശങ്കരദേശിക മേ ശരണം. ഭവതാ ജനതാ സഹിതാ ഭവിതാ നിജബോധവിചാരണ ചാരുമതേ കലയേശ്വര ജീവ വിവേകമിദം ഭവശങ്കരദേശിക മേ ശരണം. നിജബോധം, അതായത് സ്വന്തം ആത്മതത്വത്തെ പറ്റിയുള്ള ആ ഒരു ചിന്ത അഥവാ അതിൻ്റെ സാക്ഷാത്കാരം, അതിൽ സമർത്ഥനായിട്ടുള്ളവനെ, വിചാരണ ചാരുമതേ, അതിൽ സമർത്ഥനായിട്ടുള്ളവനെ ശങ്കര ഭഗവത്പാദരെ. ഭവതാ ജനതാ സഹിതാ ഭവിതാ, ഭവതാ അങ്ങയാൽ, അത്തരത്തിലുള്ള ആ ജ്ഞാനത്താൽ ആത്മാന്വേഷികളായിട്ടുള്ള മറ്റ് ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരിക്കുന്നു. കലയേശ്വര ജീവ വിവേകമിതം, ഈശ്വരൻ്റെയും ജീവൻ്റെയും തമ്മിലുള്ള ആ വ്യത്യാസത്തെ, അത് അർത്ഥരഹിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവാത്മാ പരമാത്മാ ബന്ധം മനസ്സിലാക്കുവാനുള്ള ആ വിവേകം ഉണ്ടാകുവാനായി എന്നെ പ്രാപ്തനാക്കണേ. ഭവ ശങ്കരദേശിക മേ ശരണം. അങ്ങ് തന്നെയാണ് എനിക്കഭയം. ഗുരു ശങ്കര ഭഗവത്പാദരേ എന്നാണ് തോട്ടകാചാര്യൻ ഇവിടെ പറയുന്നത്.
ഭവ ഏവ ഭവാനിതി മേ നിതരാം സമജായത ചേതസി കൗതുകിതാ മമ വാരയ മോഹമഹാജലധിം ഭവ ശങ്കരദേശികമേ ശരണം. ഭവ ഏവ ഭവാനിതി മേ നിതരാം സമജായത ചേതസി കൗതുകിതാ മമ വാരയ മോഹമഹാജലധിം ഭവ ശങ്കരദേശിക മേ ശരണം. ഭവ ഏവ ഭവാനിതി, ഭവൻ എന്നതുകൊണ്ട് ഇവിടെ പരമേശ്വരനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പരമശിവൻ അല്ലെങ്കിൽ പരമേശ്വരൻ തന്നെയാണ് അങ്ങ് എന്നുള്ളത്. മേ ചേതസി കൗതുകിത നിതരാം സമാജായത. അയ്യോ ഗുരു, അങ്ങ് തന്നെയാണ് ആ പരമശിവൻ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ നിതരാം കൗതുകം, വളരെയധികം സന്തോഷത്തെ ഉണ്ടാക്കുന്നു. മമ വാരയ മോഹ മഹാജലധിം, ഈ മായയുടെ ഈ മഹാസമുദ്രത്തിൽ നിന്ന് എന്നെ അങ്ങ് കരകയറ്റണേ. ഭവ ശങ്കരദേശിക മേ ശരണം. അല്ലയോ ശങ്കര ഭഗവത്പാദരെ, അങ്ങ് തന്നെയാണ് എനിക്ക് ആശ്രയം. സുകൃതേധികൃതേ ബഹുധാ ഭവതോ ഭവിത സമദർശന ലാലസതാ അതിദീനമിമാം പരിപാലയ മാം ഭവ ശങ്കരദേശിക മേ ശരണം. സുകൃതേധികൃതേ ബഹുധാ ഭവതോ, സുകൃത്യങ്ങൾ അഥവാ നല്ല കർമ്മങ്ങൾ ബഹുധാ ഭവതോ ഒരുവനാൽ വളരെയധികം ചെയ്യപ്പെടുമ്പോഴാണ് ഭവിത സമദർശന ലാലസത, സമദർശനം അഥവാ എല്ലാം ഒന്നാണ് എന്ന ആ അദ്വൈതമായിട്ടുള്ള ആ ചിന്തയിൽ ലാലസത, അതായത് അത്യധികം താല്പര്യം അവന് ഉണ്ടാകുന്നത്. അതായത് ഒരുവനാൽ എത്രത്തോളം സുകൃത്യങ്ങൾ ചെയ്യുന്നുവോ അത്രത്തോളം തന്നെ പെട്ടെന്നായിരിക്കും അവന് അദ്വൈതത്തിൻ്റെ സിദ്ധി ഉണ്ടാകുന്നത്. അതിദീനമിമാം പാലയമാം, അതിദീനനായിട്ടുള്ള എന്നെ അങ്ങ് രക്ഷിച്ചാലും ഭവ ശങ്കരദേശിക മേ ശരണം. അല്ലയോ ശങ്കര ഭഗവത്പാദരെ, അങ്ങ് തന്നെയാണ് എനിക്ക് ആശ്രയം. ജഗതീമവിതും കലിതാകൃതയോ വിചരന്തി മഹാമഹസശ്ചലത അഹിമാംശുരിവാത്ര വിഭാസി ഗുരോ ഭവ ശങ്കരദേശിക മേ ശരണം. ജഗതിം അവിതും, അതായത് ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് അങ്ങയുടെ ശിഷ്യന്മാർ പല പല രൂപങ്ങൾ ധരിച്ചുകൊണ്ട് വിഷം മാറി അലയുന്നുണ്ട്. അഹിമാംശുരിവാത്ര വിഭാസി ഗുരു, അവരുടെ എല്ലാം ഇടയ്ക്ക് അഹിമാംശു, അതായത് അവരുടെ എല്ലാം ഇടയ്ക്ക് സൂര്യനായിക്കൊണ്ട് അങ്ങ് ശോഭിക്കുകയാണ്. ഭവ ശങ്കരദേശിക മേ ശരണം. അല്ലയോ ശങ്കര ഭഗവത്പാദരെ, അങ്ങു തന്നെയാണ് എനിക്ക് ആശ്രയം. ഗുരു പുംഗവ പുംഗവ കേതനത്തെ സമതാമയതാം നഹി കോപി സുധീ ശരണാഗതവത്സല തത്വനിധേ ഭവ ശങ്കരദേശിക മേ ശരണം. ഗുരു പുംഗവ പുംഗവ കേതനത്തെ സമതാമയതാം നഹി കോപി സുധീ ശരണാഗതവത്സല തത്വനിധേ ഭവ ശങ്കരദേശിക മേ ശരണം. അല്ലയോ ഗുരുപുംഗവ, അല്ലയോ ശ്രേഷ്ഠനായിട്ടുള്ള ആചാര്യനെ. പുംഗവ കേതനത്തെ, കേതനം എന്നാൽ അടയാളം എന്നാണ് അർത്ഥം. അതായത് ഒരു പുംഗവൻ, ഒരു കാള തന്നെയാണ് അങ്ങയുടെ കൊടിയുടെയും അടയാളം. അങ്ങ് ധരിച്ചിട്ടുള്ള കൊടിയുടെ അടയാളവും ഒരു ശ്രേഷ്ഠനായിട്ടുള്ള വൃഷഭം തന്നെയാണ്. സമതാമയതാം നഹി കോപി സുധീ, അങ്ങയ്ക്ക് സമാനനായിട്ട് മറ്റൊരു ബുദ്ധിമാനും ഇല്ല. ശരണാഗത വത്സല തത്വനിധി, അല്ലയോ ശരണാഗത വത്സലനായിട്ടുള്ള സത്യനിധിയായിട്ടുള്ള ഗുരു,
ഭവ ശങ്കരദേശിക മേ ശരണം. അങ്ങ് തന്നെയാണ് എനിക്ക് ആശ്രയമായിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. വിദിതാനമയാ വിശദൈകകലാ ന ച കിഞ്ചന കാഞ്ചനമസ്തി ഗുരോ ധൃതമേവ വിധേഃ കൃപാം സഹജാം ഭവ ശങ്കരദേശിക മേ ശരണം. വിദിതാ ന മയാ വിശദൈകകലാ ന ച കിഞ്ചന കാഞ്ചനമസ്തി ഗുരോ ധൃതമേവ വിധേഃ കൃപാം സഹജാം ഭവ ശങ്കരദേശിക മേ ശരണം. അല്പജ്ഞാനിയായിട്ടുള്ള എനിക്ക് ജ്ഞാനത്തിൻ്റെ ഒരു ഭാഗം പോലും ഇതുവരെയും മനസ്സിലാക്കുവാനായി സാധിച്ചിട്ടില്ല. ഒരു കല പോലും, ഒരു ചെറിയ ശാഖയെ പോലും എനിക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചിട്ടില്ല. നച കിംചന കാഞ്ചനമസ്തി ഗുരു. മാത്രവുമല്ല, എൻ്റെ കയ്യിൽ ഒരു തരത്തിലുമുള്ള സ്വർണമോ ധനമോ മറ്റൊന്നും തന്നെയില്ല. ജ്ഞാനത്തിൻ്റെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും ഞാൻ ദരിദ്രൻ തന്നെയാണ്. ധൃതമേവ വിധേഹി കൃപാം സഹജാം. ധൃതമേവ, അതായത് സഹജമായിട്ടുള്ള കൃപയെ അങ്ങ് ധരിച്ചിട്ടുണ്ട്. അതിന് എന്നെയും അധീനമാക്കിയാലും അങ്ങയുടെ പ്രകൃത്യ ഉള്ള ആ കാരുണ്യത്തിന് എന്നെയും പാത്രമാക്കിയാലും അല്ലയോ ഗുരു, അങ്ങ് തന്നെയാണ് എനിക്ക് ആശ്രയം. ഭവ ശങ്കരദേശിക മേ ശരണം.